ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇൻക്രിമെന്റൽ മോഡലിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു കോപ്പിംഗ് വിത്ത് ചേഞ്ച് എന്ന് പറയുന്നത് പിന്നെ രണ്ട് രീതിയിൽ അല്ലെ, ഒന്നിക്കൽ നമുക്ക് പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. പിന്നെ നമുക്ക് വേറൊന്ന് ചെയ്യാൻ പറ്റുന്നത് ഇൻക്രിമെന്റൽ മോഡൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറഞ്ഞത് നമുക്കിപ്പോൾ അത് ക്ലിയർ ആണ്. അതായത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇനീഷ്യലി നമുക്ക് അത്ര കൂടുതൽ ക്ലാരിറ്റി ഇല്ലാത്ത ഫംഗ്ഷനാലിറ്റീനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു മോഡൽ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിന്റെ ഡെവലപ്പ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് നമ്മൾ യൂസർക്ക് ഡെമോ വേർഷൻ ആയിട്ട് കൊടുക്കുക. അപ്പൊ യൂസർ എന്ത് ചെയ്യുക, ആ ഫംഗ്ഷൻസ് ഉപയോഗിക്കുകയും അവർക്ക് അതിൻ്റെ അകത്ത് വരുന്ന ഫീഡ്ബാക്കുകൾ നമ്മൾ അറിയിക്കും. അപ്പൊ നമുക്ക് ഈ അത്ര ക്ലാരിറ്റി ഇല്ലാത്ത ഫംഗ്ഷനാലിറ്റീനെ പറ്റിയിട്ട് ഈ യൂസറിന്റെ അഭിപ്രായം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അപ്പൊ അതിനെ ബേസ് ചെയ്ത് നമ്മൾ ഫൈനൽ വേർഷൻ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. ആ ഡെവലപ്പ് ചെയ്തതിന് ശേഷം ഫൈനൽ വേർഷൻ നമ്മൾ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോട്ടോടൈപ്പ് നമ്മൾ എന്ത് ചെയ്യും, ത്രോ അവേ ചെയ്ത് കളയും. ഇങ്ങനെയാണ് നമ്മൾ പ്രോട്ടോടൈപ്പ് ഡീൽ ചെയ്യുന്നത്. എന്നാൽ അതേപോലെ തന്നെ നമുക്ക് കോപ്പിംഗ് വിത്ത് ചേഞ്ചസിന്റെ അകത്ത് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇൻക്രിമെന്റൽ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇൻക്രിമെന്റൽ ഡെലിവറി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം അതിനെ പറ്റിയിട്ട്. ഓക്കെ, ഇൻക്രിമെന്റൽ ഡെലിവറി ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് ഡെലിവറി. അപ്പൊ ഇൻക്രിമെന്റൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു വിചാരിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു ഫുൾ വേർഷൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല പുറത്തേക്ക് കൊടുക്കുക. അതേസമയം നമ്മൾ എന്ത് വെച്ചാൽ യൂസറുമായിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ട് യൂസർക്ക് അവിടെ ഏറ്റവും അവരുടെ ആ ഓർഗനൈസേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷനാലിറ്റി ഏതൊക്കെയാണോ ആ ഫംഗ്ഷനാലിറ്റി മാത്രം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഫംഗ്ഷനാലിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ ആദ്യത്തെ ഒരു വേർഷൻ ഇൻക്രിമെന്റ് 1 നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. അപ്പൊ അത് സാധാരണ പോലെ നമ്മൾ അനാലിസിസ് മേക്ക് ചെയ്യും. ഇതിന്റെ അനാലിസിസിന് ശേഷം നമ്മൾ ഡിസൈൻ ചെയ്ത് കോഡ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത സാധനം നമ്മൾ ഇൻക്രിമെന്റ് വേർഷൻ 1 എന്നുള്ള രീതിയിൽ കൊടുക്കുന്നു. അപ്പൊ ആ വേർഷൻ 1 എന്താ ഉണ്ടാവുക വെച്ചാൽ കൂടുതൽ ഫംഗ്ഷനാലിറ്റി, ഏതൊക്കെ ഫംഗ്ഷനാലിറ്റിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഫംഗ്ഷനാലിറ്റി ആയിരിക്കും നമ്മൾ ആഡപ്പ് ചെയ്തിട്ടുണ്ടാവുക. വൺസ് നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, പിന്നെ കസ്റ്റമർ അത് ഉപയോഗിക്കും. അവരെ കസ്റ്റമറിന്റെ ഫീഡ്ബാക്ക് നമ്മൾ കളക്ട് ചെയ്യും. അതിന്റെ കൂടെ നമ്മൾ വീണ്ടും അനാലിസിസ് ചെയ്യും, വീണ്ടും സിസ്റ്റത്തിനെ ഡിസൈൻ ചെയ്യും, കോഡ് ചെയ്യും, ടെസ്റ്റ് ചെയ്യും, വീണ്ടും ഇൻക്രിമെന്റ് 2 കൊടുക്കും. ഇനി പിന്നെ എന്ത് ചെയ്യും, ഇതേപോലെ തന്നെ ആ ഇൻക്രിമെന്റ് 2 കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഇപ്പൊ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഫംഗ്ഷനാലിറ്റിയിൽ, അതായത് ഇൻക്രിമെന്റ് 1 ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻക്രിമെന്റ് ആണ്, അതിന്റെ കൂടെ നമ്മൾ ന്യൂലി ക്രിയേറ്റ് ചെയ്ത ഇൻക്രിമെന്റും കൂടെ എന്ത് ചെയ്യും, ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ പുതിയ ഇൻക്രിമെന്റ് 2 ഉണ്ടായിരിക്കുന്നത്. അത് വീണ്ടും എന്ത് ചെയ്യും, ഫീഡ്ബാക്ക് കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന് എടുക്കും, നമ്മൾ വീണ്ടും അനാലിസിസ് ചെയ്യും, ഡിസൈൻ ചെയ്യും, കോഡ് ചെയ്യും, ടെസ്റ്റ് ചെയ്യും, ഇൻക്രിമെന്റ് 3 പുറത്തേക്ക് ഇറക്കും. ഇതാണ് ഇൻക്രിമെന്റ് മോഡലിന്റെ രീതി എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ ഒരിക്കലും ഒരു ഡെമോ വേർഷൻ പോലെ കൊടുത്തിട്ട് പിന്നീട് ഫൈനൽ എടുക്കുമ്പോൾ ഡെമോ കൊണ്ടുപോയി കളയുന്ന രീതിയിൽ ആ പരിപാടിയല്ല ഇൻക്രിമെന്റിൽ. ഇൻക്രിമെന്റിൽ നമ്മൾ ആദ്യം തന്നെ ഒരു വേർഷൻ കൊടുക്കുന്നു. ആ കൊടുത്ത വേർഷന് പിന്നെ നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആ ഫസ്റ്റ് വേർഷന്റെ മേലെ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്താണ് സെക്കൻഡും തേർഡും ഫോർത്തും ഒക്കെ ഇൻക്രിമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഫൈനൽ വേർഷനിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ അകത്ത് വെച്ചാൽ കസ്റ്റമർ ആണ് ഈ സംഭവം ഓരോരോ തവണ നമ്മൾ കൊടുക്കുമ്പോൾ സമയത്തും ഇൻക്രിമെന്റ് കൊടുക്കുമ്പോഴും കസ്റ്റമർ ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഈ ഒരു മോഡലിലാണ് നമ്മൾ അജൈൽ മെത്തേഡ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. അത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇനി ഇൻക്രിമെന്റൽ ഡെലിവറി, അതായത് നമ്മൾ പിന്നെ ഇത് നമ്മൾ എൻഡ് യൂസേഴ്സിന് ഓരോരോ ഇൻക്രിമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യും, എൻഡ് യൂസേഴ്സിന് നമ്മളത് ഡിപ്ലോയ് ചെയ്യുന്നു. ഡിപ്ലോയ് ചെയ്ത് എൻഡ് യൂസേഴ്സ് എന്ത് ചെയ്യുന്നു, അത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇവാലുവേഷൻ മേക്ക് ചെയ്യുന്നു, ഫീഡ്ബാക്ക് പ്രാക്ടിക്കൽ പിന്നെ യൂസേജിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുന്നു. ഈ ഒരു സിസ്റ്റം നമുക്ക് പിന്നെ റീപ്ലേസ്മെന്റ് സിസ്റ്റത്തിൽ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഓർഗനൈസേഷൻ ഓൾറെഡി ഒരു സിസ്റ്റം വെച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ന്യൂ ടെക്നോളജി ഉപയോഗിച്ച് ഒരു സിസ്റ്റം വേണമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർ എൻ്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ്
ഡെവലപ്പ് ചെയ്യാൻ താല്പര്യപ്പെട്ടു. ഈ വെച്ചാൽ ഓൾഡർ ആയിട്ട് അവർ ഉപയോഗിക്കുന്ന സിസ്റ്റത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിസ്റ്റം. അവിടെ നമുക്ക് ഒരിക്കലും ഇൻക്രിമെന്റൽ യൂസ് ചെയ്യുന്നത് അത്ര നല്ലൊരു രീതിയല്ല. ബിക്കോസ് എന്താ വെച്ചാൽ അവർ ഓൾറെഡി ഒരു കംപ്ലീറ്റ് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഈ ഒരു ഏർലി ബേബി സ്റ്റേജ് സിസ്റ്റം എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഓർഗനൈസേഷനിലെ എല്ലാ പ്രോസസ്സും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ റീപ്ലേസ്മെന്റ് സിസ്റ്റം, അതായത് ഒരു ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോൾ അവിടെ ഇൻക്രിമെന്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നല്ലൊരു രീതിയല്ല. കാരണം വെച്ചാൽ അപ്പൊ അത് കംപ്ലീറ്റ് ഓർഗനൈസേഷന്റെ വർക്കിങ്ങിനെ ചിലപ്പം ബാധിച്ചേക്കാം. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇൻക്രിമെന്റൽ മോഡൽ എന്ന് വെച്ചാൽ ഒരു സിംഗിൾ ഡെലിവറിയിൽ ദാറ്റ് റാദർ ദാൻ ഡെലിവറിംഗ് ദ സിസ്റ്റം ഇൻ എ സിംഗിൾ ഡെലിവറി, ഒരു ഡെലിവറിയിൽ സാധനം കൊടുക്കുന്നതിന് പകരമായി പല തവണയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പല വേർഷൻസ് ആയിട്ട് സാധനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈച്ച് ടൈം എക്സിസ്റ്റിംഗ് ഇൻക്രിമെന്റിന്റെ കൂടെ നമ്മൾ ന്യൂ ഇൻക്രിമെന്റ് എന്ത് ചെയ്യും, ക്ലബ് ചെയ്ത് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് പുതിയ വേർഷൻ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുക. ഇനി എന്ന് വെച്ചാൽ increment delivery in the is an approach to software development where some of the development increments are delivered to the കുറച്ച് ഇൻക്രിമെന്റ്സ് മാത്രമേ തുടക്കത്തിൽ നമ്മൾ ഡെലിവർ ചെയ്യുള്ളൂ. അതിൻ്റെ അകത്ത് ഏതൊക്കെ ഫംഗ്ഷനാലിറ്റീസ് ആണ് ഇമ്പോർട്ടന്റ്, ഏതൊക്കെ ഫംഗ്ഷനാലിറ്റി ആണ് ഇമ്പോർട്ടന്റ് അല്ലാത്തതെന്ന് നമ്മൾ കസ്റ്റമറിൽ നിന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. വൺസ് നമ്മൾ ഹൈലി പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഫംഗ്ഷനാലിറ്റീസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഇനീഷ്യലി ഉള്ള ഇൻക്രിമെന്റ്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. കാരണം അതാണല്ലോ ഫസ്റ്റ് നമ്മൾ ഓർഗനൈസേഷന്റെ ബേസ് യൂസേജിന് വേണ്ടി വരിക, ആ ഫംഗ്ഷനാലിറ്റീസ്. അപ്പൊ ആ ഹൈലി പ്രയോറിറ്റൈസ് ആയിട്ടുള്ള റിക്വയർമെന്റ്സ് ആണ് ആദ്യത്തെ ഇൻക്രിമെന്റ് അല്ലെങ്കിൽ ആദ്യത്തെ വേർഷൻസിൽ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള ഫംഗ്ഷനാലിറ്റി ആഡപ്പ് ചെയ്താണ് വരിക. ഒരു ഇൻക്രിമെന്റ് പ്രോസസ്സ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റേജ്, ഇപ്പൊ ഇൻക്രിമെന്റ് 1 ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ അനാലിസിസ് ഞാൻ അപ്പാടെ ഫ്രോസൺ ആക്കി വെച്ചാളി. പിന്നെ ആ അനാലിസിസ് രണ്ടാമതും, അതായത് ഇപ്പൊ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ നടുവിൽ പെട്ടെന്ന് ഒരു റിക്വയർമെന്റ് വന്നു കഴിഞ്ഞാൽ അപ്പാടെ അനാലിസിസ് പോയി റിക്വയർമെന്റ് ചെയ്യുക, അങ്ങനെയല്ല. നമ്മളൊരു റിക്വയർമെന്റ് കളക്ഷൻ ഇവിടെ ചെയ്ത് കഴിഞ്ഞു അനാലിസിസ് ഫേസിൽ, അത് കഴിഞ്ഞ് അത് ഫ്രോസൺ ചെയ്ത് കഴിഞ്ഞു. ഇനി അനാലിസിസ് നമ്മൾ ചെയ്യൂല, നേരെ ഡിസൈൻ ചെയ്തു, കോഡ് ചെയ്തു, ടെസ്റ്റ് ചെയ്തു, ഇൻക്രിമെന്റ് ഇറക്കി ഡിപ്ലോയ് ചെയ്തു. ഡിപ്ലോയ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു അനാലിസിസ് വരുന്നുണ്ടല്ലോ, അതായത് ഇൻക്രിമെന്റ് 2ന്റെ അനാലിസിസ്. അപ്പോഴാണ് നമ്മൾ പിന്നീട് അപ്പോൾ ഉള്ള എന്താ പറയുക വന്ന ചേഞ്ചസിനൊക്കെ പിന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുള്ളൂ. അപ്പൊ ഓരോരോ ഇൻക്രിമെന്റും തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിന്റെ അനാലിസിസ് അപ്പാടെ തന്നെ ഫ്രോസൺ ചെയ്ത് കളയും, എന്നിട്ടാണ് മുന്നോട്ടേക്ക് പോവുക. Once an increment is completed, it is delivered to the customer, and this means that they take early delivery of parts of the system functionality. അപ്പോൾ ഒരു ഇൻക്രിമെന്റ് കംപ്ലീറ്റ് ചെയ്ത് അത് ഡെലിവർ ചെയ്യുന്നു, അതായത് കസ്റ്റമർക്ക് അതിന്റെ ഏർലി സ്റ്റേജിൽ തന്നെ ആ ഒരു ഫംഗ്ഷനാലിറ്റി ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ക്ലാരിറ്റി, അല്ലെങ്കിൽ അതിന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഓവറോൾ ആയിട്ട് നമുക്ക് ആ ഇൻക്രിമെന്റൽ മോഡലിനെ പറ്റിയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദേ ക്യാൻ എക്സ്പെരിമെന്റ്, അപ്പോൾ ഞാൻ സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് ആണ്, ദേ ക്യാൻ എക്സ്പെരിമെന്റ് വിത്ത് ദ സിസ്റ്റം ആൻഡ് ഹെൽപ്പ് ടു ക്ലാരിഫൈ ദിസ് റിക്വയർമെന്റ്. ആ കസ്റ്റമേഴ്സിനെ ആ സിസ്റ്റത്തിന്റെ ഇത് എക്സ്പെരിമെന്റ് ചെയ്യുകയും അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുകയും നമ്മൾക്ക് കൂടുതലായിട്ടുള്ള റിക്വയർമെന്റ്സ് പ്രൊവൈഡ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടും പറ്റുന്നു. ആൻഡ് എ ന്യൂ ഇൻക്രിമെന്റ് ആർ കംപ്ലീറ്റഡ്, അത് ഉപയോഗിച്ച് നമ്മൾ പുതിയൊരു ഇൻക്രിമെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദേ ആർ ഇന്റഗ്രേറ്റഡ് വിത്ത് ദ എക്സിസ്റ്റിംഗ് ഇൻക്രിമെന്റ്. ഓൾറെഡി നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻക്രിമെന്റോട് നമ്മൾ ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ന്യൂ ഇൻക്രിമെന്റും കൂടി ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു പുതിയ ഇൻക്രിമെന്റ് അല്ലെങ്കിൽ ഇൻക്രിമെന്റ് 2ലേക്ക് നമ്മൾ 1 എന്നാണെങ്കിൽ 2ലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇൻക്രിമെന്റ് ഡെലിവറി എന്ന് പറയുമ്പോൾ അവിടെ എന്താ വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ റിക്വയർമെന്റ്, നമ്മൾ പ്രൊജക്ടിന്റെ റിക്വയർമെന്റ് കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് വേർഷൻ ആണല്ലോ ഇപ്പൊ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, അതായത് ഇൻക്രിമെന്റ് 1 ക്രിയേറ്റ് ചെയ്യാൻ പോകുമ്പോൾ അതിന്റെ റിക്വയർമെന്റ്സ് നമ്മൾ എടുത്തു വെക്കുന്നു, അസൈൻ ചെയ്തു, എന്തൊക്കെയാണ് ഈ സ്റ്റേജിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ഹൈ പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ള ഫംഗ്ഷനാലിറ്റി ആണ് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ആ സിസ്റ്റം, ആ ഹൈലി പ്രയോറിറ്റൈസ് ചെയ്തുള്ള സിസ്റ്റത്തിനെ ബേസ് ചെയ്ത് നമ്മൾ ആർക്കിടെക്ചർ ഡെവലപ്പ് ആക്കുന്നു. എന്നിട്ട് നമ്മൾ ആ ഒരു ഡെവലപ്പ് ദ സിസ്റ്റം ഇൻക്രിമെന്റ്, ആ ഒരു ഇൻക്രിമെന്റ് നമ്മൾ ഡെവലപ്പ് ചെയ്ത ഇൻക്രിമെന്റിനെ സ്വാഭാവികമായിട്ടും നമ്മൾ വാലിഡേറ്റ് ചെയ്യും. പിന്നെ അതിനുശേഷം കൂടുതൽ ഫംഗ്ഷനാലിറ്റി ഉണ്ടെങ്കിൽ അത് ഇന്റഗ്രേറ്റ് ചെയ്യും, വീണ്ടും വാലിഡേറ്റ് ചെയ്യും, എന്നിട്ട് നമ്മൾ സാധനം ഡീപ്ലോയ് ചെയ്യും. ആർക്ക്? കസ്റ്റമർക്ക് കൊടുക്കും. കസ്റ്റമർ സ്വാഭാവികമായിട്ടും ആ സിസ്റ്റം ഇൻകംപ്ലീറ്റ് ആണല്ലോ, അവര് അതിൻ്റെ അകത്ത് ഫീഡ്ബാക്ക് തരും. വീണ്ടും നമ്മൾ ആ സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്യും, വീണ്ടും നമ്മൾ വാലിഡേറ്റ് ചെയ്യും, എന്നിട്ട് നമ്മൾ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിനോട് ഇന്റഗ്രേറ്റ് ചെയ്യും. വീണ്ടും ആ എക്സിസ്റ്റിംഗ് സിസ്റ്റം ഇന്റഗ്രേറ്റ് ചെയ്ത് എല്ലാ ഇന്റഗ്രേഷൻ കഴിഞ്ഞാലും വാലിഡേഷൻ ചെയ്യണം, അതായത് ടെസ്റ്റിംഗ് ചെയ്യേണ്ടി വരും. അപ്പൊ വീണ്ടും ടെസ്റ്റ് ചെയ്യും. അതായത് വാലിഡേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ സിസ്റ്റം ടെസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. റിക്വയർമെന്റ് എല്ലാം ആക്സെപ്റ്റ് എന്നല്ല, റിക്വയർമെന്റ് എല്ലാം എന്താ പറയുക അറ്റൈൻ ചെയ്തു എന്ന് നോക്കുന്നതാണ്. അപ്പൊ വാലിഡേറ്റ് ചെയ്യും, വീണ്ടും നമ്മളത് ഡിപ്ലോയ് ചെയ്യും. സോ ഈ സൈക്കിൾ ഇങ്ങനെ ഗോയിങ് ഓൺ ചെയ്യും അൺടിൽ ദ ഫൈനൽ എന്ത് ചെയ്യുന്ന സിസ്റ്റം ഡെവലപ്പ് ആവുന്നത് വരെ ഗോയിങ് ഓൺ ചെയ്യും. ഇനി ഇൻക്രിമെന്റൽ ഡെലിവറിനെ കൊണ്ട് നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം വെച്ചാൽ കസ്റ്റമർ വാല്യൂ ക്യാൻ ബി
ഡെലിവേർഡ് വിത്ത് ഈച്ച് ഇൻക്രിമെന്റ് സോ ദ സിസ്റ്റം ഫംഗ്ഷനാലിറ്റി ഈസ് അവൈലബിൾ early. അതായത് കസ്റ്റമേഴ്സിന് ആദ്യം തന്നെ സിസ്റ്റത്തിന്റെ അതായത് വളരെ ഹയർ പ്രയോറിറ്റി ഉള്ള ഫംഗ്ഷനാലിറ്റി ആണ് ആദ്യം ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പൊ കസ്റ്റമേഴ്സിന് ആദ്യം തന്നെ സിസ്റ്റത്തിനെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നു. രണ്ടാമത്തത് ഇത് എലിസിറ്റേഷൻ, അതായത് റിക്വയർമെന്റ് എലിസിറ്റേഷനെ സപ്പോർട്ട് ചെയ്യും. റിക്വയർമെന്റ് എലിസിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന സിസ്റ്റത്തിനെ പഠിക്കുകയും പിന്നെ യൂസറിന്റെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്തുകൊണ്ടും ഒക്കെ ചെയ്യുന്നതാണ് റിക്വയർമെന്റ് എലിസിറ്റേഷൻ. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ വെച്ചാൽ റിസ്ക് വളരെ കുറവാണ്. കാരണം വെച്ചാൽ നമ്മളിപ്പം കസ്റ്റമറിനോട് ത്രൂ ഔട്ട് ദ പ്രോസസ്സ് നമ്മൾ ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മളിപ്പോ സാധാരണ ഒരു സംഭവം നടക്കുന്ന വെച്ചാൽ കസ്റ്റമർ ഒരു ചക്ക ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമ്മളൊരു മാങ്ങയായി പോകും ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നം വരാറുണ്ട് ഈ സോഫ്റ്റ്വെയറിൽ. അവർ ഇമാജിനേഷനിലൂടെയാണ് നമുക്ക് കൺവേ ചെയ്യുക. അപ്പൊ നമ്മളുടെ ഭാഷയിലൂടെയാണല്ലോ കൺവേ ചെയ്യുന്നത്. ആ കൺവേയിൽ എവിടെയെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ അവർ ഉദ്ദേശിച്ച പ്രോഡക്റ്റ് അല്ല പുറത്തേക്ക് വരിക. അപ്പോൾ അതേപോലത്തുള്ള റിസ്കുകളൊക്കെ ഇവിടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ബിക്കോസ് കീപ്പ് ഓൺ നമ്മൾ കസ്റ്റമറുമായിട്ട് സംസാരിച്ചുകൊണ്ടും അവരുടെ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്തുകൊണ്ടാണ് സാധനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഹൈ പ്രയോറിറ്റൈസ് ആയിട്ടുള്ള ഫംഗ്ഷനാലിറ്റീസ് ഭയങ്കരമായിട്ട് ടെസ്റ്റിങ്ങിലൂടെ പോകും. കാരണം ഹൈ പ്രയോറിറ്റൈസ് ആയിട്ടുള്ള ഫംഗ്ഷനാലിറ്റി ആണ് ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ഇൻക്രിമെന്റ് 1 ഉണ്ടാക്കിയ ഇൻക്രിമെന്റ് 2 നടക്കുന്ന സമയത്തും ആ പറയുന്ന ഇൻക്രിമെന്റ് 1 ക്ലബ് ചെയ്തിട്ടല്ലേ ഇൻക്രിമെന്റ് 2 ഉണ്ടാക്കിയ. അതുകൊണ്ട് തന്നെ ഇൻക്രിമെന്റ് 2 ഈ ഹൈ പ്രയോറിറ്റീനെ പിന്നെയും ടെസ്റ്റ് ചെയ്യും. ഇനി ഇൻക്രിമെന്റ് 3 ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ ഹൈ പ്രയോറിറ്റിനെ പിന്നെയും ടെസ്റ്റ് ചെയ്യും. 4 ഉണ്ടാക്കുമ്പോൾ അവിടെയും ടെസ്റ്റ് ചെയ്യും. അതായത് ഹൈ പ്രയോറിറ്റി ഉള്ള ഫംഗ്ഷനാലിറ്റീസിനെ കീപ്പ് ഓൺ ടെസ്റ്റിങ്ങിലൂടെ അവർ പെർഫെക്റ്റ് ആയിട്ടാണ് പുറത്തിറങ്ങുക. ഇനി ഇതിനുള്ള പ്രോബ്ലംസ് ആണ് അടുത്തതായിട്ട് പറയുന്നത്. ഒന്നാമത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആസ് ദ റിക്വയർമെന്റ് ആർ നോട്ട് ഡിഫൈൻഡ്, മുന്നേ തന്നെ റിക്വയർമെന്റ് ഡിഫൈൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ റീയൂസബിലിറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഇംപ്ലിമെന്റേഷൻ ലെവലിൽ വരുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇമെയിൽ ആണെന്ന് വിചാരിച്ചോ, ഒരു സെറ്റ് ഓഫ് കോഡ് ഇമെയിലിന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റീറൈറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും സ്പേസ് കൺസപ്ഷനും കാര്യങ്ങളൊക്കെ വരുമല്ലോ, പ്രശ്നം വരും. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ റീയൂസബിൾ ആയിട്ടുള്ള കോഡിനെ നമുക്ക് എല്ലാ ഭാഗത്തുനിന്നും വിളിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് നമ്മൾ വെക്കുക. അപ്പൊ ഇത് ചില മുൻകൂട്ടി സിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് വേർഷൻ അറിയാത്തത് കൊണ്ട് തന്നെ എത്ര ഭാഗം റീയൂസ് ചെയ്യാൻ പറ്റും, എത്ര ഭാഗം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല, മുന്നിട്ട് അറിയാൻ പറ്റില്ല. അപ്പൊ അതൊരു നെഗറ്റീവ് പോയിന്റ് ആണ്. അടുത്തെന്ന് വെച്ചാൽ അത് കോമൺ ഫെസിലിറ്റീസ് ഒന്നും നമുക്ക് മുന്നിട്ട് അറിയാൻ വേണ്ടി പറ്റില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ചില ഓർഗനൈസേഷനിൽ ചെറിയ പ്രൊക്യൂർമെന്റ് മോഡൽ ഉണ്ട്. അതായത് അവർ ഓൾറെഡി അവർക്കിപ്പോ ഒരു സാധനം ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് ബേസിക് ആയിട്ട് ഇത്ര ക്വാളിറ്റി എങ്കിലും വേണം എന്നുണ്ടാവും. അപ്പൊ ഈ ഇൻക്രിമെന്റൽ മോഡൽ വരുമ്പോൾ എല്ലാ ഫംഗ്ഷനാലിറ്റി ഒന്നും ആഡപ്പ് ചെയ്യാതുകൊണ്ട് അവരുടെ പ്രൊക്യൂർമെന്റ് മോഡലിന്റെ ആ ഒരു അതുമായിട്ട് കോൺഫ്ലിക്റ്റ് ചെയ്യും. അതായത് ആ ഒരു ലെവൽ എത്തില്ല. അപ്പൊ എത്താതിരിക്കുമ്പോൾ ഓർഗനൈസേഷൻ അതെന്ത് ചെയ്യില്ല, നമ്മൾ ഇൻക്രിമെന്റൽ മോഡൽസ് ആക്സെപ്റ്റ് ചെയ്യാതെ ആയി പോകും. അതായത് അത് കോൺഫ്ലിക്റ്റ് ചെയ്യും, അവരുടെ പ്രൊക്യൂർമെന്റ് മോഡലുമായിട്ട് കോൺഫ്ലിക്റ്റ് ചെയ്യും. അപ്പൊ എല്ലാ ഓർഗനൈസേഷൻസും ഈ പറയുന്ന കംപ്ലീറ്റ് സിസ്റ്റം സ്പെസിഫിക്കേഷൻ കൊടുക്കാതെ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടില്ല. അപ്പൊ അങ്ങനെയുള്ള കേസസിലും നമുക്ക് ഇൻക്രിമെന്റൽ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് ഇൻക്രിമെന്റൽ ഡെലിവറിനെ പറ്റിയിട്ടുള്ളത്. അപ്പൊ നന്നായിട്ട് അതൊന്ന് വീഡിയോ കണ്ടു നോക്കുക, അതിന്റെ മെയിൻ പോയിന്റ്സ് ഒക്കെ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. ശരി, താങ്ക് യു.